നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ബീഫ് ഒലത്തിയതാണ്. അപ്പോൾ ബീഫ് ഒലത്ത് എല്ലാ സ്ഥലത്തും വീഡിയോയിൽ കാണുമ്പോൾ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ബീഫ് ഒലത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ എൻ്റെ ബീഫ് ഒലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളി ഇടുന്നില്ല, ലെമൺ ഇടുന്നില്ല, നാരങ്ങ ഒഴിക്കുന്നില്ല. അപ്പം അങ്ങനെപ്പെട്ട ഒരു ചിലർക്ക് തക്കാളി ഇഷ്ടപ്പെടില്ലായിരിക്കും. അപ്പം അവർക്കൊരു ഓപ്ഷൻ കാരണം നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. ചിലർ തക്കാളി ഇടാതെ തന്നെ തക്കാളി ഇട്ടില്ലെങ്കിൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ചില അതൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. ചിലർക്ക് ആ തക്കാളി വരട്ടി ഉലർത്തിയത് പ്രത്യേകിച്ച്. പിന്നെ ബീഫ് ഫ്രൈക്കകത്ത് പൊതുവെ തക്കാളി ഇടാറില്ല. അപ്പം ബീഫ് ഒലത്തിയതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എന്തായാലും ഞാൻ പറയാണ്, 3 കിലോ നമ്മൾ ബീഫ് എടുത്തിരിക്കണം. 3 കിലോ ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോയിൽ ചെയ്ത ബീഫാണ്. അതിനകത്ത് സോൾട്ട്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ജിഞ്ചർ പേസ്റ്റ്, ശകലം ഉപ്പ് ഇട്ട് നമ്മൾ മസാല കുറച്ചിട്ടിട്ട് നമ്മൾ പറ്റിച്ച് ആവശ്യത്തിന് മാത്രം. നമ്മളിപ്പോൾ ഒരു ഒരു കിലോ ആണെന്നുണ്ടെങ്കിൽ ഒരു 200 ml വാട്ടർ ഇട്ടിട്ട് അതിൻ്റെ ബീഫിന്റെ വാട്ടറെല്ലാം ഇതായി വരും കേട്ടോ. അപ്പൊ അത്രയും നല്ല മിക്സ് ചെയ്ത് നല്ല മസാലയൊക്കെ നല്ല പരട്ടിയിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ബീഫ് എന്തായാലും ബോയിൽ ചെയ്ത് ബീഫ് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവെ സാധാരണ പോലെ തന്നെ ഉരുളി എടുക്കുക. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഇടുക. വെളിച്ചെണ്ണ ഞാൻ പിന്നെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 200 ml വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ആവശ്യത്തിന് പെരിഞ്ജീരകം, ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു അരമുറി തേങ്ങയുടെ കൊത്ത്, ഫ്ലേക്സ് അത് എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു 5 ചില്ലി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ കരിവേപ്പില, പച്ചമുളക്, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് വന്നിട്ട് 3 ടേബിൾ സ്പൂൺ പേസ്റ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ബാക്കി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ശകലമാണ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ വന്നിട്ട് ഗരം മസാല പൊടി, പിന്നെ വീണ്ടും നമ്മൾ പെരിഞ്ജീരകപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ സ്ലോ ഫയറിൽ എന്തായാലും ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ബോയിൽ ചെയ്ത് വെച്ച സാധനമാണ്. അരമണിക്കൂർ സ്ലോ ഫയറിൽ കുക്ക് ചെയ്ത് നല്ല ഡ്രൈ ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കി. അപ്പോൾ ടേസ്റ്റ് നോക്കി ഞാൻ ഇതിനകത്ത് തന്നെ ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാൻ ഇപ്പോൾ തന്നെ ലാസ്റ്റ് വീഡിയോ ആണ്, ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കാണും. അപ്പോൾ വീഡിയോയിൽ കൂടി കാണും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. എല്ലാവർക്കും നല്ല വരട്ടെ. ബൈ. താങ്ക് യു. നമ്മൾ ആദ്യം 1 കിലോ സവോള ഇങ്ങനെ അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു 5 പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു മുറി തേങ്ങ നമ്മളിങ്ങനെ ഇതേപോലെ ചെത്തി ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കരിവേപ്പില കുറച്ച് ആവശ്യം, പിന്നെ 3 ടേബിൾ സ്പൂണ് പിന്നെ ജിഞ്ചർ പേസ്റ്റ്, പിന്നെ വന്നിട്ട് പട്ട, പെരിഞ്ജീരകം, ഉണക്കമുളക്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്ന, ഒരു ഉരുളി എടുക്കുക. നമ്മളൊരു 250 ml വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം എണ്ണ ഇങ്ങനെ ചൂടായി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വച്ചിരിക്കുന്ന ഈ പെരിഞ്ജീരകം ഇടുക. പെരിഞ്ജീരകം ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത് സ്ലോലി നമ്മൾ എന്താണ് പട്ട, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുളക്, പിന്നെ അതുപോലെ തന്നെ നമ്മളിടേണ്ടത് നമ്മുടെ കരിയാപ്പില. അപ്പം അങ്ങനെയെല്ലാം ഇട്ട് ചെറിയ ചൂടിൽ കണ്ടല്ലോ, ചെറിയ ചൂടിൽ നമ്മൾ എന്നാൽ കടുകൊന്നും ഇടാൻ പാടില്ല. അപ്പം അത് ചെറിയ ഫയറിൽ നമ്മൾ കണ്ടല്ലോ, ആ ചെറിയ എണ്ണ പുകയരുത്. എണ്ണ കണ്ടല്ലോ ചെറിയ ചൂടുണ്ട്. അപ്പം അത് ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോട്ട് ചെയ്യുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങയും, പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ട്, അപ്പോൾ തേങ്ങയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. തേങ്ങ, അതുപോലെ തന്നെ പിന്നെ പച്ചമുളക്, അങ്ങനെയുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. തേങ്ങ ഇടുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, കരിവേപ്പില ഇട്ടിട്ട് സ്ലോ ഫയറിൽ നമ്മളൊരു 5 മിനിറ്റോളം ആ തേങ്ങയൊക്കെ നല്ലോണം വഴണ്ട് ആ തേങ്ങയുടെ പച്ച മണമെല്ലാം മാറി, ആ പച്ച ചുവയെല്ലാം മാറി ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ട് ഇങ്ങനെ അങ്ങ് നല്ലോണം സോട്ട് ചെയ്യുക. എന്നാൽ ഒരു 5 മിനിറ്റോളം സ്ലോ ഫയറിൽ നമ്മളിങ്ങനെ സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള നമ്മൾ ഇടുക. സ്ലോ ഫയറിൽ തന്നെ അതും ഒരു എനിക്ക് തോന്നുന്ന ഒരു 20 മിനിറ്റോളം സ്ലോ ഫയറിൽ ഇങ്ങനെ ഇട്ടിട്ട് നല്ലോണം വഴട്ടി ഇടയ്ക്കൊക്കെ നല്ലോണം വഴട്ടുക. പിന്നെ ചിലർക്ക് പെട്ടെന്ന് സോട്ടാവണമെന്നുണ്ടെങ്കിൽ ശക്കല ഉപ്പിട്ടാൽ, നമ്മൾ ആൾറെഡി ഉപ്പിട്ട് വേവിച്ച ബീഫാണ്, അപ്പോൾ ഉപ്പ് കൂടി പോകാൻ പാടില്ല ഓൾറെഡി. അപ്പം അതുപോലെ തന്നെ കണ്ടല്ലോ നല്ല വഴണ്ടി കണ്ടല്ലോ, നല്ല വഴണ്ടി വന്ന നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ പരുവത്തിലായതിനു ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു. 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു. അത് സ്ലോ ഫയറിൽ, വളരെ സ്ലോ ഫയറിൽ നല്ല അടി പിടിക്കും. സ്ലോ ഫയറിൽ നമ്മൾ ചെയ്ത് ഇങ്ങനെ സോട്ട് ചെയ്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ അതിനുശേഷം നമ്മൾ ബീഫ് നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കുക്കർ തുറന്ന് നോക്കുകയാണ്. അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ബീഫ് എന്ന് പറഞ്ഞാൽ ഒരു 3 കിലോ ഉണ്ടല്ലോ. ബീഫ് നമ്മൾ വളരെ വെള്ളം പകലേ പാടുള്ളൂ ഉണ്ടല്ലോ, മസാലയൊക്കെ പിടിച്ച്
സോൾട്ടൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് നമ്മൾ അതിനെ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, സ്ട്രെയിൻ ചെയ്ത് ബേസിൽ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ അതിന് പരുവം ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഉണ്ടല്ലോ നല്ല ഇങ്ങനെ ഞെക്കുമ്പോഴത്തേക്കും അത് ഇതായി പോകണം. അപ്പം അതിനകത്ത് ഫാറ്റൊന്നുമില്ല. പൊതുവേ നമ്മുടെ ഹോട്ടൽസിലൊക്കെയാണ് ഫാറ്റ് അങ്ങനെയൊന്നും സംവിധാനമൊന്നും എടുക്കൂല. പിന്നെ അതുപോലെ തന്നെ ഇത് മസാല ഇടാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മൾ ആദ്യം എടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന 3 കിലോ ബീഫാണ്. അതിന് 2 ടേബിൾ സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആൾറെഡി അതിനകത്ത് മസാല ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് അന്നേരം നമ്മുടെ ആൾറെഡി മസാല അതിനകത്ത് ബീഫിനകത്ത് മസാല ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് നമ്മൾ ആവശ്യത്തിന് എടുക്കുക. നമ്മുടെ ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ നമ്മൾ 3 മസാല ആയതിനു ശേഷം അപ്പം നമ്മൾ ഈ മസാല എല്ലാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ആ എണ്ണച്ചട്ടിയിൽ നമ്മൾ ഇടുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് പെരിഞ്ജീരക പൊടിയാണ്. ഇത് പെരിഞ്ജീരക പൊടി നമ്മൾ ആൾറെഡി കുറച്ച് പെരിഞ്ജീരകം ഇട്ടു. 1 ടേബിൾ സ്പൂണാണ് നമ്മൾ പെരിഞ്ജീരകം ഇട്ടത്. അപ്പം അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടല്ലോ, ഇത് ഗരം മസാലയാണ്. നമ്മൾ ഹോട്ടലിൽ പൊടിക്കുന്ന ചിക്കൻ മസാലയൊന്നും അല്ല, വേറെ ഒരു സാധനം ഇട്ടിട്ടില്ല. അപ്പോൾ ഗരം മസാല, ഏലക്ക, പട്ട, ഗ്രാമ്പ് എന്നൊക്കെ സാധനങ്ങളെല്ലാം വറുത്ത് പൊടിച്ചെടുക്കുന്ന സാധനമാണ് നമ്മൾ ഗരം മസാല. അപ്പോൾ ഈ ഗരം മസാല എല്ലാ മസാല ഇട്ട് ലാസ്റ്റ് അവസാനം വന്നിട്ട് നമ്മൾ ഇടുന്ന ശക്കലം മഞ്ഞപ്പൊടി. ശക്കലം എന്ന് പറഞ്ഞാൽ ഒരു പേരിന് മഞ്ഞപ്പൊടി പാടുള്ളൂ. മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ ശക്കല ഇട്ടാ അതാണ് അത്രയ്ക്കും മതി മഞ്ഞപ്പൊടി. അപ്പം മഞ്ഞപ്പൊടി ഇട്ടപ്പം നമ്മുടെ സവോള ഇഞ്ചക്കാളി പേസ്റ്റിലാവും വഴറ്റി ഇങ്ങനെ ഒരു പരുവത്തിലായി. അത് പരുവത്തിലായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മസാല എല്ലാം കൂടെ പ്ലേറ്റിലിരിക്കുകയല്ലേ, ആ പ്ലേറ്റിലിരുന്ന മസാല ഇങ്ങനെ മൊത്തത്തിലെല്ലാം കൂടെ സ്ലോ ഫയറിലാക്കി വെച്ചേക്കാണ്. എന്നാൽ സ്ലോ ഫയറിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് സോട്ട് ചെയ്യുക. സ്ലോ ഫയറിലിട്ട് സോട്ട് ചെയ്യുക. പോയാൻ പാടില്ല. ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം ഫയർ കുറച്ച് നമ്മൾ മസാല ഇടാൻ പോകുമ്പോഴും എല്ലാം പോകുമ്പോഴും ശ്രദ്ധിക്കണം, ഫയർ കുറച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ കറക്റ്റ് റോസ്റ്റ് ആയിട്ടുള്ള പരുവം കിട്ടാൻ അല്ലെങ്കിൽ പോഞ്ഞു പോകും. പിന്നെ അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇടാൻ പാടുള്ളൂ. ആൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും. അപ്പം അത് കാരണം അപ്പം ഉപ്പ് ഇടുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും ശകലം വെള്ളം ഒഴിക്കുക. എനിക്ക് തോന്നുന്ന ഒരു 200-300 ml വെള്ളം ഈ പരുവം എന്ന് പറഞ്ഞാൽ ഈ കുഴമ്പ് പരുവത്തിലാവാൻ വേണ്ടിയിട്ടാണ്, ഈ മസാല കുഴമ്പ് പരുവത്തിന് വേണമെങ്കിൽ ശകലം കൂടെ നമ്മൾ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴമ്പ് പരുവത്തിൽ നമുക്ക് ആവുന്നതാണ്. കുഴമ്പ് പരുവം എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു റോസ്റ്റ്, ഒരു മസാല പോലെ, എന്നാൽ പെരണ്ട് ഒരു ചിക്കൻ കറിയുടെ മസാല പോലെ, നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന മസാല പോലെ ഉണ്ടല്ലോ. കുറച്ച് ഒരു 10 മിനിറ്റത്തേക്ക് അങ്ങ് തിളപ്പിക്കാവുള്ളൂ. ശകലം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെറ്റിച്ചാലും കുഴപ്പമില്ല. അപ്പം പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുന്നു. ഉപ്പിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ആൾറെഡി ഉപ്പും എല്ലാം ഇട്ട് സംവിധാനങ്ങളെല്ലാം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഭയങ്കര മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ശകലം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ജിഞ്ചക്കാളി പേസ്റ്റ്, ഉപ്പ് കൂടി ശകലം വേവിച്ച് വെച്ചിരിക്കുന്നത്. ആ ശകലം ബീഫിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ സ്ലോ ഫയറിലിട്ട് നല്ലോണം സ്ലൈസർ ഇട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി കളയിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ സ്ലൈസർ കൊണ്ടിട്ട് ഇളക്കുന്ന വിധം തന്നെ ഉണ്ട്. ഇളക്കുന്ന ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കുത്തി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കിണ്ടി വിടണം. കുത്തി എടുത്ത് മുകളിൽ നമ്മളിങ്ങനെ കിണ്ടി വിടുന്ന ഇങ്ങോട്ട് ഇളക്കി വിടുകയാണ് ഉദ്ദേശം. മനസ്സിലായി? ഇളക്കി അങ്ങ് വിടുക. എടുത്തിട്ട് മാക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് നശിച്ച് നാരായണക്കെല്ലാവും. അപ്പം നമ്മളിങ്ങനെ മെല്ലെ ഇങ്ങനെ എടുത്തിട്ട്, അത് ആൾറെഡി ബോയിലായിരിക്കിയ സാധനമാണ്. അപ്പം ഇങ്ങനെ മെല്ലെ എടുത്തിട്ട് ഇങ്ങനെ നമ്മളൊന്ന് സ്ലൈസർ ഇട്ടിട്ട് അന്ന് ഇളക്കി കളയുന്നു. അതാണ് നമ്മൾ. അപ്പോൾ സ്ലോ ഫയറിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സ്ലോ ഫയറിൽ അത് ഇത്തിരി സമയം എടുക്കും. എന്തായാലും ഒരു 10-20 മിനിറ്റിൽ സ്ലോ ഫയറിൽ ഇങ്ങനെ കുക്കായി കണ്ടല്ലോ, അങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പൊളിയായിട്ട് സംഗതി. അപ്പം നമ്മളെ ബീഫ് ഒലത്ത് കിടിലായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കിടിലായിട്ട് ഇഷ്ടപ്പെടും. ബീഫ് ലവേഴ്സിന് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടല്ലോ, ഡ്രൈ ആയ മസാല ഒക്കെ പരണ്ടിരിപ്പുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കിടിലായിരിക്കും. വേറെ ഒന്നും പറയാനില്ല. ഓക്കെ.